ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ നമ്മൾ മണ്ടനായിട്ട് ജീവിച്ചാൽ എന്തുകൊണ്ടും നല്ലതാണ്. അതായത് ഒരു മണ്ടത്തരം എനിക്കുണ്ട് എന്ന തരത്തിൽ നമ്മൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ മണ്ടനാവുകയോ ചെയ്യുന്ന ബന്ധങ്ങൾ നിലനിർത്താനായാലും സമൂഹത്തിൽ ജീവിക്കാനായാലും എന്ത് കാര്യത്തിലായാലും ഈ മണ്ടത്തരം ഉണ്ടെങ്കിൽ ഇത്രയും വലിഞ്ഞു മുറുകത്തില്ല നമ്മുടെ സമൂഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇച്ചിരി ബുദ്ധിയും ചിന്തയും കൂടിപ്പോയ സമൂഹം വന്നപ്പോഴത്തേന് എല്ലാ കാര്യത്തിലും കയറി ചിന്തിച്ച് നമ്മളങ്ങ് വലിഞ്ഞു മുറിഞ്ഞ് കിടക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ കഴിയുന്നില്ല, കണ്ടാൽ തന്നെ ചിരിക്കാൻ കഴിയുന്നില്ല. അതൊരു വല്ലാത്ത വസ്തുതയാണ്. ബിഗ് ബോസ് ഷോയിൽ താങ്കൾ നിൽക്കേണ്ടിയിരുന്ന എനിക്ക് നഷ്ടം തോന്നിയ ഒരു വ്യക്തിയാണ്. അതായത് പോയതിൽ നഷ്ടം തോന്നിയൊരു വ്യക്തിയാണ്. എൻ്റെയൊക്കെ ഒരു പെയറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. വിവരം കൊണ്ട്, അതായത് ഈ പറയപ്പെടുന്ന പോലെ നമുക്ക് സംസാരിച്ചാൽ ബോധമുള്ള ഒരു മനുഷ്യനെന്ന് എനിക്ക് തോന്നിയ ഒരാൾ താങ്കളായിരുന്നു. ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായത് എൻ്റെ ഒരു വലിയ സങ്കടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ആ പുറത്തായി കഴിഞ്ഞപ്പോൾ ബാക്കി പുറത്ത് വന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ മമ്മൂക്കായുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയിൽ ബിഗ് ബോസിൽ നിന്ന് ശരിക്കും ബിഗ് ബോസ് എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ബിഗ് ബോസിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം അത് പഠിക്കാനുള്ള സാവകാശവും സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതിനുള്ള ടൈം അവർ കൊടുത്തിട്ട് വേണം ബിഗ് ബോസ് ഇനിയെങ്കിലും നടത്തുമ്പോൾ, ഇനിയെങ്കിലും ഷോ ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ടതെന്നാണ്. ഓരോ കണ്ടസ്റ്റൻറ്റിനെയും എന്തെങ്കിലും അവരിൽ ഇല്ലാണ്ട് ആ 20 പേരിൽ ഒരാളായിട്ട് അതിനകത്ത് കയറാൻ പറ്റില്ല. കാരണം ലക്ഷം ആളുകൾ തിരക്കുന്നിടത്തുനിന്ന് 20 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ ഓരോരുത്തരിലും എന്തെങ്കിലും കാണും. റിയാലിറ്റി ബൈ ശാരികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകനായ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ്, എന്നാൽ നിങ്ങൾക്ക് സുപരിചിതനുമാണ്. ആരാണെന്നല്ലേ പറയാം. എൻ്റെ പ്രിയപ്പെട്ട മുൻഷി രഞ്ജിത്ത്, ഇപ്പോൾ എല്ലാവരുടെയും ബിഗ് ബോസ് താരം. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ബിഗ് ബോസിന് ശേഷമുള്ള വിശേഷമാണ്. അതെ, ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷം എനിക്ക് ഒരു വിശേഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആസ് യൂഷ്വൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. കുറച്ച് നാളായി ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കാരണം കൊണ്ട്, പിന്നെ താങ്കൾ എപ്പോഴും മസ്കറ്റിലും ദുബായിലും അബുദാബിയിലും ഒക്കെ ആയതുകൊണ്ട് വിളിച്ചാൽ കിട്ടത്തില്ല. ഇന്നിപ്പോൾ ഓടിപ്പാൻ ഞാൻ വന്നതാണ്, കൈയോടെ പിടിച്ച് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഹോട്ട് സീറ്റിലാണ് ആദ്യം ഇരുത്തേണ്ടത്. പക്ഷെ എൻ്റെ ചാനലിൻ്റെ പാറ്റേൺ ഹോട്ട് സീറ്റിലല്ലാത്തത് കൊണ്ട് മൂടി തീ പിടിച്ചിരിക്കുന്ന റോക്കറ്റിൻ്റെ അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇനി പ്രത്യേകിച്ച് ഇരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ ഹോട്ട് സീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ റിയാലിറ്റി കൊണ്ടിരുത്തിരിക്കുക. പച്ചയായ മുൻഷി രഞ്ജിത്ത്. പക്ഷേ രഞ്ജിത്ത് അതാണ് നമുക്കറിയേണ്ടത്. ആരാണ് ശരിക്കും രഞ്ജിത്ത്? രഞ്ജിത്ത് ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ അച്ഛനും അമ്മയും, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരു അച്ഛനും അമ്മയും വളർത്തിയ ഒരു കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ ജീവിക്കാൻ പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ സംശയമുള്ള ഒരു മലയാളി. അതെന്താ അങ്ങനെ പറഞ്ഞത്? കേരളത്തിൻ്റെ സാമൂഹിക എൻ്റെ ഒരു നമ്മൾ മുൻഷി എന്നതിലൂടെയാണല്ലോ ആദ്യമായിട്ട് രഞ്ജിത്തിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ നമ്മൾ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, കുറച്ച് പ്രായമുള്ള, കുറച്ച് ഭയങ്കര എന്താ പറയുക, വേറൊരു തവല്ല. നമ്മൾ ഇപ്പം കെട്ടിലും മട്ടിലും വേറൊരു വ്യത്യാസം, ഒരു വട്ടക്കണ്ണടയൊക്കെ വെച്ച് കുറച്ച് ലൈറ്റ് കളർ ഷർട്ടൊക്കെ ഇട്ട് മുൻഷി നേട്ടപ്പം യഥാർത്ഥത്തിൽ ആ മുൻഷി അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു. അതിനകത്ത് യുവാക്കളുടെ പ്രതീകമായ ബാർബർ ഭാഗ്യമായിരുന്നു ഞാൻ. അതാരും എല്ലാവരും വിചാരിച്ചെന്ന മുൻഷിയാണ്. അവസാനം കോല് വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ട് മരണം എന്ന് പഴഞ്ചൊല്ല് പറയുന്ന ആളായിട്ട് വിചാരിച്ചു അല്ലേ? അതെ, ഞാൻ വളരെ ചെറുപ്പക്കാരനാണ്. പക്ഷേ നോർമലി ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കാണിക്കുന്ന പരിപാടി, ഞാൻ അങ്ങനെയുള്ള പരിപാടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു കെട്ടിലും മട്ടിലും, അതായത് താങ്കളുടെ കെട്ടിലും മട്ടിലും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു വ്യക്തിത്വമാണ്. ബിഗ് ബോസ് എന്ന സംഭവം ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ആർക്കും നമുക്ക് പോലും താല്പര്യമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ. എങ്കിലും ബിഗ് ബോസ് ഷോയിൽ താങ്കൾ നിൽക്കേണ്ടിയിരുന്ന എനിക്ക് നഷ്ടം തോന്നിയൊരു വ്യക്തിയാണ്. അതായത് പോയതിൽ നഷ്ടം തോന്നിയൊരു വ്യക്തിയാണ്. എൻ്റെയൊക്കെ ഒരു പെയറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. വിവരം കൊണ്ട്, അതായത് ഈ പറയപ്പെടുന്ന പോലെ നമുക്ക് സംസാരിച്ചാൽ ബോധമുള്ള ഒരു മനുഷ്യനെന്ന് എനിക്ക് തോന്നിയ ഒരാൾ താങ്കളായിരുന്നു. അപ്പോൾ താങ്കൾ പോകുമ്പോൾ എനിക്കൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, താങ്കൾ വന്നപ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വെസ്റ്റേൺ സ്റ്റൈൽ, അതൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തത്. എവിടെ നിന്ന് കിട്ടി ഈ ഒരു കോൺസെപ്റ്റൊക്കെ? സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ അച്ഛൻ്റെ അമ്മയുടെ മകനായി സാധാരണക്കാരി ജനിച്ചു ജീവിച്ച് കലാകാരനായ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏഷ്യാനെറ്റിലെ പോലുള്ളൊരു ഷോയിൽ, മുൻഷി പോലൊരു സമകാലീന പരിപാടിയിൽ കാണുന്ന അതല്ല, പുറത്ത് വേറെ ആയിരിക്കും. പക്ഷേ താങ്കളെക്കുറിച്ച് ഞാൻ പിന്നീട് മറ്റ് കണ്ടസ്റ്റൻസിനെ അറിയാവുന്ന താങ്കളുടെ പ്രിയപ്പെട്ട സരികയോട് അന്വേഷിച്ചപ്പോൾ സരിക പറഞ്ഞു, എൻ്റെ ശാരി അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിനൊക്കെ വരുന്ന ഒന്ന് കാണണം. അതായത് ഇടുന്ന ആ ഒരു കോസ്റ്റ്യൂമിൽ പുള്ളി ആരും ഒന്ന് താങ്കൾ ഇരുത്തിക്കൊണ്ട് പറയല്ല, ആ കോസ്റ്റ്യൂം, താങ്കളുടെ മുഖമല്ലേ ഉദ്ദേശിച്ചത്, കോസ്റ്റ്യൂം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും കണ്ടിട്ട് എനിക്ക് ഇച്ചിരി അസൂയൊക്കെ വരുന്നുണ്ട്, പറയാതെ വയ്യ. ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്, എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്ന.
അല്ല, അത് അദ്ദേഹം എൻ്റെ ടേസ്റ്റ് മനസ്സിലായതുകൊണ്ട് അങ്ങനെ തന്നെ. വസ്ത്രവിധാനം നമ്മുടെ പ്രൊഫഷൻ, നമ്മളെ അഭിനയം എന്നുള്ളൊരു മേഖലയിൽ എത്തിയതിന് ശേഷമാണ്. പണ്ടും അച്ഛൻ പട്ടാളക്കാരനായിരുന്നതുകൊണ്ട് ഉള്ള വസ്ത്രം വൃത്തിയായിട്ട് അയൺ ചെയ്ത് ഇൻ ചെയ്ത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇൻ ചെയ്ത് പോവുള്ളൂ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. ഇപ്പോഴും ഇൻ ചെയ്ത് പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പം അങ്ങനെ വസ്ത്രവിധാനത്തിൽ അന്നേ ഒരു ചിട്ട തന്നിട്ടുണ്ട്. പിന്നെ ഇത് തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് ഒരു പേരിനകത്തുനിന്ന് വേറൊരു പേരിനകത്തൂടെ കണക്ട് ചെയ്ത് അത് രണ്ടും കൂടെ ഒരു മിക്സഡ് അങ്ങനെ എന്തോ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുക, അങ്ങനെയുള്ള ചില ശീലങ്ങൾ ബിഗ് ബോസിന് മനസ്സിലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫൈനൽ റീ എൻട്രിക്ക്. കാരണം അതിനകത്ത് ബനിയൻ ഇടുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഷാരൂഖ് ഖാനൊക്കെ ഈ മറ്റേ ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗി അതുപോലുള്ള പടങ്ങളിലൊക്കെ, പഴയ പടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണല്ലോ ബനിയൻ, പുറത്ത് കോട്ട്, പിന്നെ മറ്റേ ബാഗി ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് ഞാനത് ഈ മനുഷ്യൻ ഈ പ്രായത്തിൽ ഇതൊക്കെ എന്തോ ഈ കാണിക്കുന്നത് എന്ന് ഞാൻ അതൊരു ഈ പ്രായം ഉദ്ദേശിച്ച് താങ്കൾ ഒരുപാട് ഏജ്ഡ് ആയെന്നല്ല, പക്ഷേ ആ ഒരു തോട്ട് എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് പോവുക എന്നുള്ളത്, അതിൽ ഒരു വെർസറ്റാലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. സ്വാഭാവികമായിട്ടും അതാണ് ഞാൻ അതിലേക്കാണ് എത്തിയത്. അതെ, എല്ലാവരും ജീൻസ് ഇടുന്ന സമയത്ത് ഞാൻ നോർമൽ കോട്ടൺ പാൻറ് ഉപയോഗിക്കും. എല്ലാവരും കോട്ടൺ പാൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ജീൻസ് ഉപയോഗിക്കും. എല്ലാവരും നോക്കിയ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയ അല്ലാതെ ഏതെങ്കിലും ആയിരുന്നു. നോക്കിയ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സാംസങ്ങും ഏറെക്കാലം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇപ്പം പക്ഷേ നിർവാഹമില്ല, സാംസങ്ങിലേക്ക് അല്ലെങ്കിൽ ആപ്പിളിലേക്കാണല്ലോ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി ഒരു യൂണീക്കായിട്ട് എപ്പോഴും എവിടെയും എന്നെ പ്രസൻറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ചിന്തയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓരോന്ന് അവിടെ നിന്ന് ഒരു ജാക്കറ്റ്, അവിടെ നിന്ന് ഒരു പാൻറ്റ് ഇവിടെ നിന്ന് ഒരു ഷൂ ഇവിടെ നിന്ന് എല്ലാം കൂടെ എടുത്തിട്ട് ഇതിനെ ഒരു കോമ്പിനേഷൻ ആക്കുക. ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഒരുപാട് കഴിവുള്ള, അതായത് താങ്കളെ പേഴ്സണലി അറിയാവുന്നവർക്കും കലാരംഗത്ത് താങ്കളെ അടുത്തറിയാവുന്നവർക്കും അറിയാം, വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആൻഡ് വേഴ്സറ്റൈൽ ഒരു പേഴ്സണാണ് നിങ്ങൾ. അതായത് താങ്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ചിരിപ്പിക്കാം, പിന്നെ സറ്റയർ പറയാം, ചിലപ്പോഴൊക്കെ പാടാം, ചിലപ്പോൾ കവിതകൾ ചൊല്ലാം, ചിലപ്പോഴൊക്കെ ആൾക്കാരെ എന്താ പറയുക ഉപമിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊരു ഏകാന്ത നാടകമൊക്കെ ഞങ്ങളുടെ ബിഗ് ബോസ് ഷോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പുറത്ത് വന്നില്ല. അത് ഞങ്ങൾക്ക് അതമ്യമായ വിഷമമുണ്ട്, എനിക്ക് വിഷമമുണ്ട്. ബിക്കോസ് ഞാൻ കരഞ്ഞൊരു ഷോ ആയിരുന്നത് അന്ന് താങ്കൾ അത് കാണിച്ചപ്പോൾ. അപ്പോൾ അത്രയും കഴിവുള്ളൊരു വ്യക്തി താങ്കൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് സാഹചര്യങ്ങൾ താങ്കളെ എത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരങ്ങൾ താങ്കളെ തേടി വന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അവസരങ്ങൾ എപ്പോഴും തേടി വരികയല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന അവസരങ്ങൾ നമ്മൾ തേടി പിടിക്കുകയാണ് വേണ്ടത്. അവസരങ്ങൾ തേടി വരുന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും, അത് വളരെ ചുരുക്കമല്ലേ. വളരെ വളരെ നമ്മൾ ലക്ഷത്തിൽ വളരെ ചുരുക്കമായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റും. അവസരങ്ങൾ തേടി ഒന്നുകിൽ വലിയൊരു താരത്തിൻ്റെ മകനാണെങ്കിൽ ആ അവസരം അയാൾ തേടിയെത്താം, അല്ലെങ്കിൽ വലിയൊരു ഡോക്ടറുടെ മകനാണെങ്കിൽ പഠിത്തത്തിലേക്ക് അയാൾ ഡോക്ടർ തന്നെയായിട്ട് പഠിക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് പോവാം. ഇത് ബാക്കി നമ്മൾ കലാരംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവസരങ്ങൾ തേടി പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ തേടി പിടിച്ചിട്ട് ഞാൻ എൻ്റെ പിടിയിൽ ഒതുങ്ങാതെ അവസരങ്ങൾ തെന്നി പോയതാവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കഴിവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടോ അല്ല, കഴിവില്ലാത്തത് കൊണ്ടോ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടോ അല്ല, അതിനോടൊപ്പം ചില സാഹചര്യങ്ങളോട് ഒത്തുവരണം. അപ്പോഴാണ് നമ്മളിലേക്ക് ഇത് എത്തത്തുള്ളൂ. അല്ല, നമ്മൾ പലരും എത്തിപ്പെടാത്ത ശ്രമിക്കാത്തതുകൊണ്ടല്ല, അവർ ശ്രമിക്കുന്നുണ്ടാവും, അവർക്ക് കഴിവുണ്ടാവും. പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങളും കൂടെ അതിന്റെ പിന്നിലുണ്ട്. അതിലൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മുൻഷി എന്ന് പറഞ്ഞ കഥാപാത്രം, മുൻഷി എന്ന് പറഞ്ഞ ആ ഒരു മൊത്തത്തിലുള്ള പ്രോഗ്രാം ഒരു 15 വർഷത്തോളം അത് ഏഷ്യാനെറ്റിലെ ഇപ്പോഴും പോകുന്നുണ്ട്. 25 വർഷം കഴിഞ്ഞു ന്യൂസിലാണ്. പക്ഷെ 15 വർഷത്തോളം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്, അതായത് കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ തൊട്ട് ഏറ്റവും ടോപ്പിൽ ഏറ്റവും അപ്പൂപ്പന്മാർ വരെ കണ്ടിരുന്ന ഒരു പ്രോഗ്രാം. അതായത് വാർത്തയ്ക്ക് തൊട്ട് മുൻപ് ഈ ഒരു സാധനം ഇല്ലാതെ, അത് പിന്നീട് ട്രോളുകളായും പലതരത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ മലയാളികളിൽ കറങ്ങി വന്നൊരു സാധനമാണ്. അപ്പോൾ അതിൽ വന്ന് പെട്ടുപോയി ഇത് കൊണ്ടാണോ വേറെ ആ ഒരു 15-25 വർഷങ്ങൾ താങ്കൾക്ക് വേറൊരു മുഖം, അതായത് ഈ മുൻഷി രഞ്ജിത്ത് എന്ന പേര് അതിലേക്ക് വന്നത് താങ്കൾക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു? ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻഷിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് മുൻഷി രഞ്ജിത്ത് എന്നുള്ളൊരു പേര് വന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വരുന്നതിനേക്കാൾ മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ വന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ആളുകൾ എന്നെ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ കിട്ടുകയും ചെയ്തത്. പല സ്ഥലങ്ങളിലും നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു റെസ്പെക്ട് കലർന്ന ഒരു ഇഷ്ടം നമുക്ക് കിട്ടിയിട്ടുള്ളത് മുൻഷി. തീർച്ചയായിട്ടും അതിലൂടെ താങ്കൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ഒരു കയ്യിൽ നേരത്തെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് താങ്കൾ. അപ്പോഴും ഈ ഇതല്ല, കുറച്ച് മുൻഷി രഞ്ജിത്ത് എന്നാണ് കൂടുതലും ഈ മൊത്തത്തിലുള്ള ആ ഒരു പാക്കേജിൽ അറിയപ്പെടുന്ന പേരുകളിലൊന്നും താങ്കളുടേതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുമല്ലോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ
എന്താണ് അവലോകനം ചെയ്യാൻ കഴിവുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി. അപ്പോൾ താങ്കൾ ഈ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ഞാൻ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ വന്ന ഒരാളാണ്. കാരണം നെഗറ്റീവ് ഷോസ് ചെയ്ത് ഹോട്ട് സീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രേണുസുതിയൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ വൈറലാവുകയും അതിൽ ഞാൻ തെറിവിളി കേൾക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എന്നെ ഈ ഒരു പക്ഷേ അവർ സെക്കൻഡ് റൗണ്ടിലേക്ക് പരിഗണിക്കുകയും അവിടെ ഞാൻ കുറേ കൂടെ നെഗറ്റീവ് കളിച്ചുകൊണ്ടാണ് അവരെന്നെ നേരെ തട്ടി മെയിൻ ലിസ്റ്റിലിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്തത്. പക്ഷേ താങ്കൾ അവിടേക്ക് വന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് നമുക്കൊക്കെ ഒരേ ലെവലിൽ സംസാരിച്ച് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് താങ്കൾ ബിഗ് ബോസ് ഓപ്റ്റ് ചെയ്തു എന്നുള്ളത് അന്നും ഒരു ചോദ്യമായി ഞാൻ അന്ന് അവിടെ വെച്ച് എനിക്കത് ചോദിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതവിടെ ചോദിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും താങ്കൾ സിനിമാ നടനും സീരിയലിലൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ സറ്റയറൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്തുകൊണ്ട് ഇതുപോലൊരു ഷോയിൽ ഈ ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിലേക്ക് അങ്ങനെ ഒരു മനസ്സെന്തായിരുന്നു? അല്ല, ശരിക്കും മുൻഷി രഞ്ജിത്ത് എന്നുള്ള പേര് പലർക്കും അറിയാൻ, പലരും കണ്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ആരാണ് എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു നടനോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ എന്നെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ആളുകൾ കണ്ടിട്ടുമില്ല. മാത്രമല്ല, ഒരു പാട്ട് സ്റ്റാർ സിംഗർ പോലുള്ളൊരു പാട്ട് റിയാലിറ്റി ഷോയിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാര്യം ഒന്നും ചെയ്യാനില്ല. ഡാൻസ് റിയാലിറ്റി ഷോ ഒന്നും അവിടെയും ഒന്നും ചെയ്യാനില്ല. കാരണം അതൊന്നും എൻ്റെ മേഖലയല്ല. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു വലിയ പ്ലാറ്റ്ഫോം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തുമാത്രം നീതി നിഷേധങ്ങളും പിന്നെ നിയമലംഘനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമുക്കിതിനെല്ലാം എതിരെ അവിടെ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇടിയുള്ളും, ചിലപ്പോൾ നമ്മൾ ചീത്തവിളി കേൾക്കേണ്ടി വരും. അപ്പോൾ അത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനവസരത്തിലുള്ളൊരു വേദിയായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നൊരു വേദിയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അത് തെറ്റായി പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അതൊന്നുമല്ല അവിടെ വേണ്ടിയിരുന്നത്. നമ്മൾ അവിടെ ചെന്ന് നീതി നിഷേധവും നിയമലംഘനവും തന്നെ അവിടെയും കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനത് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ അതൊന്നും പറയാൻ പറ്റാതെ വാട്ട് ഈസ് മുൻഷി രഞ്ജിത്ത് എന്ന് പേര് മാത്രമല്ല, അത് അതിലപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റുന്നതിന് മുമ്പേ എവിക്ഷൻ എന്ന ഒരു എന്താ പറയുന്നത്, ഒരു കരാളഹസ്തങ്ങൾ വന്ന് താങ്കളെ കൊണ്ടുപോയി എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, എല്ലാം നല്ലതിനെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഈ പുറത്തായിപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായത് എൻ്റെ ഒരു വലിയ സങ്കടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ആ പുറത്തായി കഴിഞ്ഞപ്പോൾ ബാക്കി പുറത്ത് വന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ മമ്മൂക്കായുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയിൽ. തീർച്ചയായിട്ടും ഞാൻ താങ്കളെ കുറിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് പഠിക്കണം. ഇപ്പോൾ എൻ്റെ എത്ര അടുത്ത സുഹൃത്താണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞാലും കുറച്ച് താങ്കളെ കുറിച്ച് പഠിക്കണം. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് നോക്കണം. അങ്ങനെ നോക്കിക്കൂട്ടത് ഞാൻ നോക്കുമ്പോൾ എന്താ ഇൻസ്റ്റാഗ്രാം പേജ് മുഴുവൻ ഇൻ്റർവ്യൂസേ ഉള്ളൂ, ഫുൾ ഇൻ്റർവ്യൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം ഇറങ്ങിയെങ്കിലും ഞാനൊന്നും ഒരു ഇൻ്റർവ്യൂ 1-2 ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിരിക്കുന്നത്. താങ്കളെ അത് അത്യാവശ്യം എല്ലാം റീച്ചായി പോയിട്ടുണ്ട്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അവിടെ പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പറയാം. ഞാൻ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഞാനൊരു 10 ദിവസത്തോളം ഞാൻ ആർക്കും ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ എന്നെ ആരും കണ്ടില്ല. കാരണം എറണാകുളത്ത് വരുമെന്ന് ആളുകളെ ബോധിപ്പിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങി എൻ്റെ വീട്ടിൽ പോയി. അതുകൊണ്ട് ആരും എന്നെ എയർപോർട്ടിലും കണ്ടില്ല. അപ്പോൾ പിന്നെ എന്നിട്ടൊരു 10 ദിവസത്തോളം ഞാൻ ആർക്കും ഇൻ്റർവ്യൂ കൊടുത്തു. പിന്നെ നിരന്തരമായ ചിലരുടെ ശല്യപ്പെടുത്തൽ കാരണം ഒരാൾക്ക് കൊടുത്തു തുടങ്ങിയത് പിന്നെ ഒരു കുറേ നിരനിരയായിട്ട് കൊടുക്കേണ്ടി വന്നു, ചെയിൻ പോലെ. കാരണം ഇവർ തമ്മിൽ തന്നെ ഒരു സർക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു നെറ്റ്വർക്ക്. മുൻഷിന്റെ ഇൻ്റർവ്യൂ ഞങ്ങൾ ഇന്ന് എടുത്ത് കേട്ടോ, അപ്പോൾ നാളെ അടുത്ത ആൾ വരികയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റി. ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം കുറേ നാളായിട്ട് ഇൻ്റർവ്യൂ ഒന്നും എല്ലാവരും വരുന്നില്ല. ഇതൊരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഇനി ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ബിഗ് ബോസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് കുറച്ച് ഉദ്ദേശങ്ങളോടുകൂടിയാണല്ലോ താങ്കൾ ബിഗ് ബോസിലേക്ക് എത്തുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്താകുന്നത് കുറച്ചുകൂടെ ഒക്കെ നിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾക്കും സ്വയം അത് അറിയാം. തീർച്ചയായിട്ടും കുറച്ചുകൂടെ, അതായത് നമ്മുടെ വിഷൻസ് കൊണ്ട് നിൽക്കേണ്ട കുറേയധികം ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അവർ പറയുമ്പോൾ വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞത് എന്തോ ആവട്ടെ, നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അതായത് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോൾ പറഞ്ഞല്ലോ 2-3 സിനിമകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതല്ല, എന്താ ആ ബിഗ് ബോസിൽ നിന്ന് എന്താണ് പഠിച്ചത്? അല്ല, പഠിക്കാനുണ്ടായിരുന്നു അതിനകത്തുനിന്ന്? ബിഗ് ബോസിൽ നിന്ന് ശരിക്കും ബിഗ് ബോസ് എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ബിഗ് ബോസിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം അത് പഠിക്കാനുള്ള സാവകാശവും സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതിനുള്ളൊരു ടൈം അവർ കൊടുത്തിട്ട് വേണം ബിഗ് ബോസ് ഇനിയെങ്കിലും നടത്തുമ്പോൾ, ഇനിയെങ്കിലും ഷോ ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ടതെന്നാണ്. ഓരോ കണ്ടസ്റ്റൻറ്റിനെയും എന്തെങ്കിലും അവരിൽ ഇല്ലാണ്ട് ആ 20 പേരിൽ ഒരാളായിട്ട് അതിനകത്ത് കയറാൻ പറ്റില്ല. കാരണം ലക്ഷം ആളുകൾ തിരക്കുന്നിടത്തുനിന്ന് 20 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ ഓരോരുത്തരിലും എന്തെങ്കിലും കാണും. ഇയാൾ ആദ്യം ഔട്ടാക്കാൻ മാത്രം ഉള്ള ആളായിട്ടല്ല എല്ലാവരും അവിടെ കയറുന്നത്. അപ്പോൾ ആ എന്തെങ്കിലും ഉള്ളതിനെ
പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അവരെ ഒഴിവാക്കാവുള്ളൂ എന്നൊരു നിർദ്ദേശമാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ബിഗ് ബോസ് ശരിക്കും ബിഗ് ബോസും സാമൂഹിക ജീവിതവും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ കുറച്ച് ക്യാമറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക ജീവിതത്തിൽ അല്പസ്വല്പം ഫെയിം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ വീടിന് പുറത്ത് എത്രയോ ക്യാമറകളുടെ നടുവിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പുറത്താണ് നടക്കുന്നത് പലപ്പോഴും. നമ്മളിപ്പോൾ ഒരു വിനിത തിയേറ്ററിലെ ഒരു ഫ്രൈഡേയിൽ ഒരു സിനിമ റിലീസായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ സിനിമ കാണാൻ പറ്റുമോ? എത്ര ക്യാമറയുടെ നടുവിലൂടെ വേണം നടന്നു പോകേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇവിടെ ആവശ്യം പോലെ പുറത്ത് നടക്കുകയാണ്. അവിടെ ഒരുപാട് ശ്രദ്ധിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോളുകളും ഒക്കെ വരുന്ന തരത്തിലേക്ക് മാറും. അത് ഒരു വലിയ വിഷയമാണ്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിലൂടെ കടന്നു വന്നിട്ടുള്ള 20 പേര് ഒരിടത്ത് വരുമ്പോൾ പരസ്പരം പരിചയമുള്ളവർ കുറച്ച് പേരെ കാണത്തുള്ളൂ, പരിചയമില്ലാത്തവർ കൂടുതൽ പേര് ഒരിടത്ത് നിന്ന് താമസിക്കുമ്പോൾ അവിടെ മറ്റ് എന്താണ് ബൗണ്ടറീസ് ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ മതം ആരും അന്വേഷിക്കുന്നില്ല, പലപ്പോഴും ലിംഗം പോലും അന്വേഷിക്കുന്നത്, അത് ആൺപെൺ വ്യത്യാസം പോലും ഇല്ലാതെ അവർ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം. അപ്പം അവിടെ മറ്റ് സ്പർദ്ധകളില്ലല്ലോ. അത് സത്യമാണ്. അങ്ങനെയുള്ള കുറേ ബിഗ് ബോസുകൾ കഴിയുമ്പോഴത്തേക്ക് കേരള സമൂഹം ഒറ്റക്കെട്ടായി മാറുമെന്ന തരത്തിൽ പോലും വേണേൽ ചിന്തിക്കാൻ പറ്റും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് വരെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പരസ്പരം അടിയായിട്ടാണ്. അത് ശരി. പ്രത്യേകിച്ച് നമ്മുടെ സീസണിനെ കുറിച്ച് നല്ല അഭിപ്രായം പുറത്ത്. തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ അടിയായിട്ടിരുന്ന, റീ എൻട്രിക്ക് പോലും ആൾക്കാരെ വലിച്ചു കീറിയ ഒരു ഷോ ആയിട്ട് ഒരു സീസണായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു വിഷയം സംസാരിച്ചിട്ട് വെച്ച കാര്യമൊന്നുമില്ല. അതൊരു കഴിഞ്ഞ നമ്മുടെ ഒരു ജോബായിരുന്നു. അത് നമ്മൾ വലിച്ചെറിയൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ ചിരി, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ചിരി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ മുൻഷയെ കാണാൻ കയറി വരുമ്പോൾ ഒരു ചിരിയുണ്ട്. തിരിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ മുൻഷിക്ക് ചിരിയുണ്ട്. ആശാരിക എന്താണ് പരിപാടികൾ. അപ്പോൾ എന്നെ ഒന്ന് സർക്കാസ്റ്റിക് ആയിട്ടൊന്ന് കളിയാക്കാൻ മനുഷ്യക്ക് ഒരു ഫ്രീഡം ഉണ്ട്. അത് ഞാൻ അതാർത്ഥത്തിലേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ മേക്കപ്പ് ഇടുന്ന കാര്യം ചോദിക്കുമ്പോൾ മനുഷ്യനോട് ചോദിച്ചു, ഇനിയും മേക്കപ്പോ, ഇനി എന്താണ് മേക്കപ്പ്? അത് വെച്ചാൽ ഓക്കെ, അത് നല്ലൊരു അർത്ഥത്തിലാണ് ഞാൻ എടുക്കുന്നത്. മറിച്ച് ഇന്നിപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് നമ്മൾ മലയാളികൾ ആതിഥ്യമര്യാദയിൽ കേമന്മാർ, വിദ്യാസമ്പന്നതയിൽ കേമന്മാർ എന്നൊക്കെ ആയിട്ട് ഉൾപ്പുളവും കൊള്ളുന്നവർ ഇവിടെ നമ്മുടെ നാട് ഇപ്പോൾ ചിരിയില്ലാതെ മാറിയ ഒരു കേരളമായി മാറിയിരിക്കുന്നു. അതായത് എന്തിനും വെട്ടും കുത്തും വഴക്കും, ആരെയും കൊല്ലുക, നിസ്സാരം വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ, സർബത്തിന് ഉപ്പ് കുറഞ്ഞെന്ന് പോയാൽ, പപ്പടത്തിന് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞാൽ തല്ലുന്ന ഒരു നാടായി നമ്മുടെ മാറിയിരിക്കുന്നു. മലയാളികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് മനുഷ്യക്ക് തോന്നുന്നത്? മലയാളികൾക്ക് മാത്രമാണോ സംശയമുണ്ട്. നമ്മളിപ്പോൾ റോഡിലൂടെ നടന്നു കഴിയുമ്പോൾ ആളുകളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിഞ്ഞു മുറുകിയ മുഖമാണ്. അതെ. ഒരുപാട് കാര്യങ്ങൾ അവരെ തടസ്സപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ നമ്മൾ മണ്ടനായിട്ട് ജീവിച്ചാൽ എന്തുകൊണ്ടും നല്ലതാണ്. അതായത് ഒരു മണ്ടത്തരം എനിക്കുണ്ട് എന്ന തരത്തിൽ നമ്മൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ മണ്ടനാവുകയോ ചെയ്യുന്ന ബന്ധങ്ങൾ നിലനിർത്താനായാലും സമൂഹത്തിൽ ജീവിക്കാനായാലും എന്ത് കാര്യത്തിനായാലും ഈ മണ്ടത്തരം ഉണ്ടെങ്കിൽ ഇത്രയും വലിഞ്ഞു മുറുകത്തില്ല നമ്മുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇച്ചിരി ബുദ്ധിയും ചിന്തയും കൂടിപ്പോയ സമൂഹം വന്നപ്പോഴത്തേന് എല്ലാ കാര്യത്തിലും കയറി ചിന്തിച്ച് നമ്മളങ്ങ് വലിഞ്ഞു മുറിഞ്ഞ് കിടക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ കഴിയുന്നില്ല, കണ്ടാൽ തന്നെ ചിരിക്കാൻ കഴിയുന്നില്ല. അതൊരു വല്ലാത്ത വസ്തുതയാണ്. മാത്രമല്ല മുമ്പ് നമുക്ക് ഈ ഒരുപാട് സംവിധാനങ്ങളില്ലല്ലോ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വലുതായിട്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് പത്രം വായനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അറിവ്. പിന്നെ റേഡിയോ, കുറച്ച് ആളുകൾ കഴിയുമ്പോൾ ടി വിയും വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായനശാലകളുണ്ടായിരുന്നു, യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, യുവജന സംഘങ്ങളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആളുകൾ കൂടിച്ചേർന്നിരുന്ന് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ കൂടിച്ചേർന്നിരിക്കുന്നില്ലല്ലോ, പക്ഷേ ഫോണിലായിരിക്കും എല്ലാവരും. ഇപ്പൊ ഞാനിവിടെ ഒരു വീട്ടിൽ തന്നെയാണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് അടുത്ത മുറിയിലിരിക്കുന്ന എൻ്റെ മകനോടോ അല്ലെങ്കിൽ മറ്റൊരാളെങ്കിലും ഞാൻ മെസ്സേജ് അയക്കുക ചിലപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ ചോദിക്കും, എടാ അങ്ങോട്ട് പോയി എവിടെ എന്തായി. നമ്മൾ കൂടിച്ചേരില്ല. ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലാണ് നമുക്ക് ചിരിയും നമ്മുടെ ഫേസ് മസിൽസ് അനങ്ങുന്നത്. ഫേസ് മസിൽ അനങ്ങാനുള്ള യാതൊരു സാധ്യത ഇപ്പോൾ കേരളത്തിൽ. അത് ജോഗണി മുൻഷി നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. കുറേ അധികം ബിഗ് ബോസ് ഷോകൾ നടത്തിയാൽ ചിലപ്പോൾ മലയാളികളുടെ ചിരിയും ചിന്തകളും നല്ല രീതിക്കാണെങ്കിൽ അതൊരു നല്ല കോൺസെപ്റ്റായിട്ട് മാറ്റാൻ പറ്റും. ഈ ചീത്തവിളി ആയിട്ട് മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലാതെ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റും. പിന്നെ എന്നിട്ട് പറയും പ്രേക്ഷകർക്ക് ഇതാ വേണ്ടെന്ന് അവർ അവകാശപ്പെടുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ തോന്നിയിട്ടുണ്ടോ ഈ ട്രോളന്മാർ, ഇപ്പോൾ നിങ്ങൾ കലാകാരന്മാരാണല്ലോ, മുൻഷിയെ പോലുള്ള കലാകാരന്മാർ, ഈ ഒരുപാട് കഴിഞ്ഞ ദിവസം നമ്മുടെ സീരിയൽ നടി പുള്ളിക്കാരത്തി വന്നിട്ട്, പേര് ഞാൻ പറയുന്നില്ല, മുൻഷിയ വാർത്ത കണ്ടോന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്കാരത്തി വന്ന മന്ത്രിയോട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവ് ഞാൻ കണ്ടു. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു അവരെ സംബന്ധിച്ചോടെ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സഹപ്രവർത്തകരാണ്, എന്നോട് വളരെ സ്നേഹമുള്ള
പരസ്പരം ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ പലപ്പോഴും അവരുടെ ലൈഫിലൂടെ നമുക്ക് ലൈഫിൽ ഓരോ പ്രാവശ്യം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാളിനെ തളർത്താൻ മാത്രമുള്ള ഘടകമല്ല എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അതിന് തിരിച്ച് ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു മറുപടി എനിക്ക് തന്നിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പലതും നമ്മൾ നെഞ്ചിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ബിഗ് ബോസിൽ അകത്ത് ക്യാമറ ആണെങ്കിൽ പുറത്ത് ഒരുപാട് ക്യാമറയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം പുറത്ത് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് സ്വകാര്യത നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലേക്കാണ്. എവിടെയെങ്കിലും പിടി വീഴും കേട്ടോ. തീർച്ചയായിട്ടും അതുണ്ടാവും. ഈ സ്വകാര്യത നഷ്ടപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു റെയിൽവേ ദുരന്തം, ഒരു ട്രെയിനും ബസ്സും കൂടെ കൂട്ടിയിടിക്കുമ്പോഴാണ് അവിടെ ഒരു റെയിൽവേ പാലം വേണം അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേണം എന്നുള്ള ചിന്ത അധികാരികൾക്ക് വരുള്ളൂ. അതാണല്ലോ നമ്മുടെ ഈ സിസ്റ്റം. അപ്പോൾ ഇവിടെയും എന്തെങ്കിലും ഒരു കാര്യമായ ഒരു ദുരന്തമോ ഒരു പ്രശ്നമോ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ഒരു പിടിവീഴും. അപ്പോൾ അതുവരെ ഇതിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കുക, ഈ സാധനങ്ങളൊന്നും എന്നെ അയച്ചിരുന്നല്ല എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു വീഡിയോ പോയത് അവിടെ ഇരിക്കട്ടെ, നമ്മൾ ഒന്ന് ചെയ്ത് ഇനി അതിനപ്പുറത്തേക്ക് പോകണ്ട, അവിടെ കൊണ്ട് നിർത്തുക. ബാക്കി നെഞ്ചിൽ നമ്മൾ എടുക്കാതിരിക്കുക. ഇത് രണ്ട് കാര്യം തന്നെ, ഒന്ന് തലച്ചോറ് കൊണ്ടും ചിന്തിക്കാം, ഹൃദയം കൊണ്ടും ചിന്തിക്കാം. രണ്ടിനും രണ്ട് തിരിച്ചറിവ്, ഏത് കാര്യങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം മതി. അതെ, അത് പക്ഷേ ഈ എനിക്ക് തോന്നുന്നു മുൻഷിക്ക് അധികം ട്രോളുകൾ വന്നിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കിട്ടിയിട്ടില്ല. എൻ്റെ ഇതിപ്പോൾ ഞാനാകുമ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോഴും കുറച്ച് നെഗറ്റീവ് ശാരിക പറഞ്ഞ് രാജയ്ക്ക് കുറച്ച് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസിൽ. എന്നെ നെഗറ്റീവ് കൊണ്ടൊന്നുമല്ല, എൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും എന്നെ അതിനകത്തെടുത്ത്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴും ഞാനൊരു നെഗറ്റീവ് ചെയ്തതായിട്ടോ എനിക്കൊരു നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് കിട്ടാൻ സാധ്യതയുള്ളത് അവിടുത്തെ ഉണ്ടായിരുന്ന പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് എൻ്റെ നേരെയുള്ള ഒരു അതിലാണ്. അതുപോലും ഞാൻ തെന്നി മാറുകയായിരുന്നു അവിടെ. അറിയാം, പല ഇഷ്യൂസിലും ഞാൻ അവിടെ നിന്ന് തെന്നി മാറിയിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് 90 ചാൻസസ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ചാൻസ് കൊണ്ട് തന്നെ ഒരു പക്ഷേ കുറച്ച് നാൾ നീണ്ടു പോകാനും പറ്റുമായിരുന്നു. ഇവിടെ തന്നെ ഞാൻ ഇത് പുറത്തിറങ്ങിയിട്ട് ചിലരുടെ അടുത്ത് എന്നെ ഉപദേശിച്ചേട്ടാ, നമ്മൾ യൂട്യൂബ് ചാനലിൽ റീച്ച് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ കിട്ടണം, എന്നാലും അത് റീച്ച് വരണം. നമ്മൾ നെഗറ്റീവായിട്ട് എനിക്ക് റീച്ച് വേണ്ട. അതെ, അത് താങ്കൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, താങ്കൾക്ക് ആ ഐഡന്റിറ്റിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് കാശ് വേണ്ടല്ലോ. അതെ, അത് ഐഡന്റിറ്റി ഉള്ള ആൾക്കും പറ്റത്തില്ല. ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ നെഗറ്റീവ് ഷോസ് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ നെഗറ്റീവ് ഷോസ് ചെയ്ത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഷോ ആണ്. അപ്പോൾ എനിക്ക് അതിനുള്ള ധൈര്യം വേണം. എനിക്ക് ഇപ്പോൾ മുൻഷോട് ചോദിക്കാൻ പറ്റണം, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഒരു പണിയില്ല ഇങ്ങനെ കണക്കാൻ എന്ന് ചോദിക്കാൻ പറ്റണം എനിക്ക്. അപ്പോൾ തിരിച്ച് ഗസ്റ്റിന് പെർമിഷൻ എടുത്ത് ഞാനത് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് മുൻഷോട് പറയുന്നത്, പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിക്കുവേ, അപ്പോൾ പറയും ശരി ഞാൻ കംഫർട്ടബിൾ അല്ല, വേറെ ആളെ നോക്കിക്കോളും പറയും. അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ, രസമല്ലേ, ശരിയാ. അത് പരസ്പരം ആ ഒരു ബഹുമാനത്തോടെ നമ്മൾ ഉള്ളിൽ ബഹുമാനത്തോടെ പുറത്ത് ചെയ്ത് ആ ഷോയുടെ അതൊരു വേണമെങ്കിൽ നമുക്കൊരു അഭിനയമാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു പരിധി വരെ. പക്ഷേ അറിയാതെ നമ്മൾ ആ ഒരു ചൂട് നമ്മളിലേക്ക് വരും. പിന്നെ സംസാരിച്ച് വരുമ്പോൾ ഇനി എത്രയൊക്കെയാന്ന് പറഞ്ഞാലും മുൻഷിക്ക് അപ്പോൾ ഈ സംഭവം വരുമല്ലോ, ഇവളെന്നോടത് ചോദിച്ചല്ലോ, അപ്പോൾ തിരിച്ച് എന്നെയും അത് എന്താ പറയുക ഡിഫെൻഡ് ചെയ്യാനായിട്ട് മുൻഷിയും ശ്രമിക്കും. അതാണ് ഹോട്ട് സീറ്റിൻ്റെ സക്സസ് ആയി മാറിയത്. പക്ഷേ അത് എല്ലായിടത്തും അത് പറ്റത്തില്ല, എല്ലാവർക്കും അത് ഒരിക്കലും. എന്നെ റിജക്റ്റ് ചെയ്ത് എത്രയോ ഗസ്റ്റുകളുണ്ട്. ഇപ്പോൾ രേണുസുതി ആണെങ്കിലും, രേണുസുതി പലവട്ടം പറഞ്ഞു ആദ്യം വരുമ്പോൾ ശരിക ഞാൻ വിചാരിച്ചു ഈ തള്ളച്ചിയുടെ മുമ്പിൽ ഇരിക്കണമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചെന്ന് രേണു പറഞ്ഞായിട്ട് അവൾ തന്നെ എന്നോട് പിന്നെ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞപ്പോഴാണ് എന്താണ് നമ്മുടെ രേണുസുതിയെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ചിരിച്ചു തള്ളരുത്. ഞാൻ അവിടെ വരുമ്പോഴും അവരടുത്ത് അധികം സംസാരിച്ചിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ബിഗ് ബോസിന് ശേഷമുള്ളവരുടെ ബോസിന് ശേഷം അവരവരുടെ ഒരു ലൈഫ് കണ്ടെത്തി അവരവരുടെ ഓരോ റൂട്ടിൽ അവരവർ പോകുന്നു. അത് നമ്മളാരും ദ്രോഹിക്കുന്നില്ല എന്നിടത്തോളം അതിന് കുഴപ്പമൊന്നുമില്ലാതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ലൈഫിന് നമ്മൾ കയറി ഇടപെടേണ്ട, എനിക്ക് അതുകൊണ്ടൊരു ദ്രോഹം, എനിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ വളരെ ഒരു ദ്രോഹം ഉണ്ടാകുന്ന രീതിയിലാണ് അവരുടെ പോക്കെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയോ അതിന് എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോൾ ആരെയും ദ്രോഹിക്കാതെ അവരവരുടെ ഒരു വഴി കണ്ടെത്തി അവർ ജീവിച്ചു പോകുന്നു. നല്ലതല്ലേ അത്? അവർക്കൊരു ഒരു ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടായില്ലേ, അതെപ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആർക്കൊക്കെ അത് കഴിയുന്നു എന്നുള്ളത്, ആർക്കൊക്കെ കഴിയുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കഴിയുന്ന ഒരാൾ ചെയ്തോട്ടെ.